അപ്പോൾ സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് കുറച്ച് പച്ചക്കറി വിളവെടുപ്പാണ് കേട്ടോ. ഈ വഴുതനങ്ങയൊക്കെ ഇവിടെ ഇങ്ങനെ ചെറിയ വഴുതനങ്ങയാണ് കേട്ടോ. അത് പറിച്ച് കൊടുക്കാഞ്ഞാൽ നമുക്ക് വേറെ ഉണ്ടാവില്ല, കായ്ക്കൂല കേട്ടോ. അപ്പോൾ നമ്മളിതിങ്ങനെ ഉണ്ടാവുന്നതിനനുസരിച്ച് ഇങ്ങനെ പറിച്ച് മാറ്റി കൊടുക്കുകയാണ് കേട്ടോ. ഇത് നമ്മൾ കത്തിയിട്ടൊന്നും ഇറക്കാത്ത ഇതിൻ്റെയൊക്കെ ഏകദേശം ഇത് പറിച്ച് തീരാനായിട്ടുണ്ട്. ഇത് ഇനി പുതിയ തൈ വെക്കുക, അല്ലെങ്കിൽ ഇത് ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുത്താൽ ഇനി വേറെ ഉണ്ടാവുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ പറിക്കുന്നത്. എന്നാലും നമുക്ക് ആവശ്യത്തിനുള്ള അതിൽ കൂടുതൽ നമുക്ക് ഇതിന് കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇത് പറിച്ച് വീണ്ടും വേറെ നടാത്തത്. ഇതിൻ്റെ തലയൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ വീണ്ടും ഉണ്ടാവും കേട്ടോ. ആ ഒരു ഇതുകൊണ്ടാണ് നമ്മൾ പറ്റ കളയാത്തത്. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് കിട്ടുന്നുണ്ടെങ്കിൽ പിന്നെ കളയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ നമ്മൾ ഓരോ വലുത് നോക്കിയിട്ടും വലുതും ചെറുതൊക്കെ നോക്കി പറിക്കുന്നുണ്ട് കേട്ടോ. വേണ്ടില്ല. അപ്പോൾ ഏകദേശം 1 കിലോൻ്റെ മേലായി. ഇത് നമ്മൾ 10-15 ദിവസം കൂടുമ്പോൾ 10 ദിവസം കൂടുമ്പോഴൊക്കെ ഇങ്ങനെ പറിക്കണം കേട്ടോ. നമ്മൾ ആവശ്യം ഉണ്ടാകുമ്പോഴും പറിക്കും, അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണമെങ്കിലും പറിച്ച് കൊടുക്കും കേട്ടോ. അപ്പോൾ നമ്മളെ വീട്ടാവശ്യത്തിന് നമ്മൾ അയൽപക്കത്തൊക്കെ വെറുതെ കൊടുക്കാം കേട്ടോ. പൈസക്കൊന്നും ആർക്കും കൊടുക്കണില്ല. അതിന് നമ്മൾ എത്ര ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കണില്ല കേട്ടോ. നമ്മളെ ആവശ്യത്തിന് മാത്രമാണ് ഉണ്ടാക്കുന്നത്. ഏകദേശം 1.5 കിലോ വഴുതനങ്ങ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് പടവലങ്ങ ഇറക്കണം. ഇനി നമ്മൾ വെണ്ടയ്ക്ക എടുക്കണം കേട്ടോ. വണ്ടിയിൽ ഇവിടെ ഒരു വെണ്ടയ്ക്ക ഉണ്ട്. ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുള്ളത് നമ്മൾ സ്വന്തമായിട്ട് തന്നെയാണ് ക്യാമറ ഒക്കെ കൈകാര്യം ചെയ്യുന്നത് കൊണ്ട് നമുക്ക് വീഡിയോ അത്ര ഒരു ക്ലിയർ ആവില്ല കേട്ടോ. അപ്പോൾ ഇവിടെ വെക്കാം. ശരിക്കും നമ്മൾ ഒരു ബ്ലേഡ് കൊണ്ടാണിത് ഈ വെണ്ടയ്ക്ക വിളവെടുക്കേണ്ടത്. ബ്ലേഡ് കൊണ്ട് പറിച്ചിട്ടുണ്ടെങ്കിൽ മരത്തിനൊന്നും കേട് പറ്റാതെ നമുക്ക് പറിച്ചെടുക്കാൻ കഴിയും കേട്ടോ. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കുക. ഇത് വലിയ കത്തിയിട്ടുണ്ടെങ്കിൽ നമ്മളത് കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ മരത്തിന് തട്ടും. ഇങ്ങനെ മരം ഒടിഞ്ഞു പോകാനും സാധ്യതയുണ്ട്. അപ്പോൾ നല്ല മൂർച്ചുള്ള ബ്ലേഡ് ഉണ്ടെങ്കിൽ നമുക്കിത് നല്ല രീതിയിൽ നല്ല ഒരു മരത്തിനൊന്നും കേട് പറ്റാതെ നമുക്ക് പറിച്ചെടുക്കാൻ സാധിക്കും. കട്ട് ചെയ്യണമെന്ന് നിങ്ങൾക്ക് അത്ര ക്ലിയറായിട്ട് കാണൂല കേട്ടോ. ഞാൻ തന്നെ അത് ഇങ്ങനെ പറിച്ചെടുക്കണോണ്ട്. അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക. ഒരു ചെറിയൊരു വീഡിയോ ആണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യാം കേട്ടോ. ഇങ്ങനെ ഒടിച്ച് പിടിച്ചിട്ടാണ് ഇത് ഞാൻ പറിക്കുന്നത് കേട്ടോ. ഇതുണ്ടല്ലേ. അപ്പോൾ എൻ്റെ ആ ഒരു കത്തി തട്ടിക്കൊണ്ട് ഇതിൻ്റെ ഒരു ഇല പൊട്ടിപ്പോയി. അപ്പോൾ അങ്ങനത്തെ ഓരോരോ വിഷയമുണ്ട്. ഇപ്പോൾ നമ്മൾ ശരിക്കും ഇത് പറിക്കുമ്പോൾ ഒരാൾ മാത്രം ഈ ക്യാമറ എടുക്കലും ഇതൊന്നും നടക്കില്ല കേട്ടോ. അപ്പോൾ അത് പിന്നെ പറഞ്ഞാൽ നമ്മൾ ഒന്നായിട്ട് വലിയ കൃഷിയൊക്കെ ആണെങ്കിൽ അങ്ങോട്ട് പൊട്ടിച്ച് അങ്ങനെ പോകും കേട്ടോ. കൈ കൊണ്ട് പൊട്ടിച്ച് മൂക്കാതെ അങ്ങനെ പറിക്കണോണ്ടേ നമ്മളിത് മൂത്ത് നമ്മൾ നല്ല പാകമായിട്ടാണല്ലോ ഇത് പറിക്കണത്. അപ്പോൾ അങ്ങനെയൊരു വിഷയമുണ്ട്. നമ്മൾ ഇതൊക്കെ ഇത് ഇനി നാളെ പറിക്കാം. ഇന്നാണ് പറിച്ച് കൊണ്ടുവച്ചുകൊണ്ട് വലിയൊരു കാര്യമൊന്നുമില്ല. അപ്പോൾ
ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ഞാനിതൊന്ന് എത്ര കിലോ ഉണ്ട് എന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതുപോലെ തന്നെ ഇവിടെ ഇന്നൊരു ഉണ്ടാവും. ഏതായാലും ഇന്ന് പറിക്കണ്ട. എത്ര വീഡിയോ എത്ര പച്ചക്കറിയാണ് നമ്മളിന്ന് എടുത്തിട്ടുള്ളത് കേട്ടോ. കുറച്ച് വെണ്ടയ്ക്ക ഉണ്ട്, വെണ്ടയ്ക്ക നമ്മൾ ആവശ്യത്തിനുണ്ട്. പടവലം ഒക്കെ കുറച്ച് കേടുള്ള പടവലമൊക്കെയാണ് കേട്ടോ വേണ്ടിയില്ല. പിന്നെ പടവലം എന്നാലും ഒരു 2-3 കിലോ 3 കിലോൻ്റെ മേലെ ഉണ്ടാവും കേട്ടോ പടവലങ്ങ. പിന്നെ ഒരു 1/4 കിലോയിലേറെ വെണ്ടയ്ക്ക ഉണ്ടാവും. ഒരു 2 കിലോ വഴുതനങ്ങ ഉണ്ടാവും കേട്ടോ. ഇതാണ് നമ്മൾ ഇന്നത്തെ വിളവെടുപ്പ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ നിങ്ങളെ ഈ കൃഷി പച്ചക്കറി നിങ്ങൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഈ കേടുകളൊന്നും വരാതിരിക്കാൻ വല്ല ഓർഗാനിക്കായിട്ടുള്ള എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ പുകയില കഷായം അങ്ങനത്തതൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. എന്നാലും ഇതൊന്നും അതിനെ ചെറുക്കാൻ പര്യാപ്തമല്ല കേട്ടോ. കീടനാശിനി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് ശരിക്ക് നല്ല പച്ചക്കറി കിട്ടുള്ളൂ. പക്ഷെ നമുക്ക് കഴിക്കാൻ പറ്റില്ലെങ്കിൽ കാണാൻ നല്ല ഭംഗിയുണ്ടാവും, ഒരു കേടുമില്ലാതെ. പക്ഷേ ഇങ്ങനെ ഈ ചുരുണ്ടിട്ടും ഇതൊക്കെ കീടനാശിനി കൊടുക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഈ ചുരുണ്ടിട്ടും വളഞ്ഞിട്ടും ഒക്കെ ഉണ്ടാവുന്നത് കേട്ടോ, പുഴുക്കേട് വന്നിട്ടും. അപ്പോൾ ഞാനിനി ഈ വീഡിയോ നീട്ടിക്കൊണ്ടുപോകണില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അടിയുള്ള ബെല്ലൈക്കൺ അമർത്തിയിട്ടുണ്ടെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും. അതുപോലെ ഒന്ന് ലൈക്ക് ചെയ്യട്ടോ, ലൈക്കും ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് ഫലപ്രദമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യട്ടോ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക. അപ്പോൾ അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം.